Hi dear students, welcome to our YouTube channel Learn Easy. നമ്മൾ ഇന്ന് ചാപ്റ്റർ 6 ഡെക്കറേഷൻ ഫോർ ഫെസ്റ്റിവലിന്റെ പാർട്ട് 3 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1ന്റെയും പാർട്ട് 2ന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിടാം. കാണാത്തവർ അത് പോയിട്ട് ആദ്യം കാണുക കേട്ടോ. ഈ പിക്ചറിൽ എന്താ പറയുന്നത്? I made 75 diyas in a day and sold 35 out of them. ഇതില് ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? 75 ദിയാസ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതില് 35 ദിയാസ് എന്ത് ചെയ്തു? വിറ്റുപോയി. ബാക്കി എത്ര ദിയകൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ 75 ലൈനുകൾ വരയ്ക്കുക ഫസ്റ്റ്. എന്നിട്ട് അതിനുശേഷം എത്ര ദിയാസ് ആണ് വിറ്റുപോയത്? 35 അല്ലെ. 35 ലൈനുകൾ എന്ത് ചെയ്യാം? അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് റിമൈനിങ് എത്രയാണ് ലൈൻസ് ഉള്ളതെന്ന് കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ എന്താ നെക്സ്റ്റ് വഴി? ഇതാ ഇതില് നമ്മൾ ഈ ബീഡ്സിൽ എത്ര 75 ബീഡ്സ് നമ്മൾ കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ 75 ബാക്ക്വേർഡ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 35 കൗണ്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് 35 കൗണ്ട് ചെയ്യണത്? നമ്മൾ 35 ദിയാസ് ആണ് നമ്മളെ കയ്യിൽ നിന്ന് വിറ്റുപോയത്. അത് നമ്മളെ കയ്യിൽ ഇല്ല അല്ലെ. 35 ദിയാസ് ഇപ്പൊ നമ്മളെ കയ്യിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് 75 നിന്ന് ബാക്ക്വേർഡിലേക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ട് 35 വരെ കൗണ്ട് ചെയ്യാം. എന്നിട്ട് അവിടെയും മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എത്ര ബീഡ്സ് ആണ് ഈ ഫ്രണ്ടിൽ ഉള്ളത് എന്ന് കൗണ്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഈ 75 ഇത്രയും ബീഡ്സ് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് നമ്മളെ കയ്യിൽ ഇല്ല പോലെ. ഈ ബീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ദിയാസാകളാണ്. ഈ ദിയാസ് നമ്മളെ കയ്യിൽ നിന്ന് പോയി അല്ലെ, വിറ്റുപോയി. അപ്പൊ ബാക്കി ഇത്രയേ ഉള്ളൂ നമ്മളെ കയ്യിൽ. ഇവിടെ നിന്ന് ഇത്രയും മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ ദിയാസ് അല്ലെ. അത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് കൗണ്ട് ചെയ്ത് ഇവിടെ എത്ര എത്തുമ്പോ എത്രയാണ് നമ്പർ വരുന്നത് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എന്ത് ചെയ്യാം? 75 ടോട്ടൽ നമ്പർ ഓഫ് ദിയാസ് എത്രയാണ്? 75 മൈനസ് 35 മൈനസ് ചെയ്ത് നോക്കാം. 5 നിന്ന് 5 പോയി. 5 ദിയാസ് നിന്ന് എന്ത് ചെയ്തു? 5 ദിയാസ് നമ്മളെ അടുത്ത് പോയി. അപ്പൊ എന്താണ് നമ്മളെ കയ്യിൽ ഒന്നുമില്ല അല്ലെ. 0. 7 ഉണ്ടായിരുന്നു. 7 നിന്ന് 3 എണ്ണം നമ്മളെ കയ്യിൽ നിന്ന് പോയി അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? 1 2 4 5 6 7 അല്ലെ. ടോട്ടൽ 7 നമ്പർ ഉണ്ട്. അതിൽ 3 എണ്ണം പോയി. അപ്പോൾ 3 കട്ട് ചെയ്യുക. 1 2 3 ലൈൻസ് കട്ട് ചെയ്ത് കളയുക. അപ്പൊ എത്രയാണുള്ളത്? 1 2 3 4 40. If we have 32 diyas in the morning. മോർണിംഗിൽ എത്ര ഉണ്ടായിരുന്നു? 32 ദിയാസ് ഉണ്ടായിരുന്നു. And 12 ദിയാസ് are sold by the evening. ഈവനിങ്ങിൽ നമ്മൾക്ക് 12 ദിയാസ് വിറ്റുപോയി. അപ്പൊ ബാക്കി എത്ര ഉണ്ടായിരുന്നു നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഒന്നുകിൽ ബീഡ്സ് ആദ്യം 32 ബീഡ്സ് കൗണ്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 32 നമ്മുടെ എത്രയാ പോയത്? 12 ദിയാസ് അല്ലെ. 12 ബാക്ക്വേർഡിൽ കൗണ്ട് ചെയ്യുക. എന്നിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എണ്ണി നോക്കുക. ഫ്രണ്ടിൽ നിന്ന് എണ്ണി നോക്കുക ഇതുവരെ എത്ര ബീഡ്സ് ആണുള്ളത്. അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതാ വഴി? 2 ദിയാസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എത്ര പോയി നമ്മളെ കയ്യിൽ നിന്ന്? 12 അല്ലേ. 2 നിന്ന് 2 പോയാൽ 2 ലൈൻ ഉണ്ട്. ആ 2 ലൈനും പോയി. അപ്പൊ എന്താണ് നമ്മളെ കയ്യില്? 0. പിന്നെ എത്ര ഉണ്ട്? 3. 3 നിന്ന് 1 പോയാൽ 1 2 3 ലൈൻ. അന്ന് ഒരു ലൈൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ എത്ര ഉള്ളത്? 2. ആൻസർ എത്രയാ? 20. We can also use the Ginladi to find the answer of the following. Take away 9 from 18. എത്രയുണ്ട്? 18 ഉണ്ട്. 18 നിന്ന് എത്രയാണ് പോയത്? 9 പോയി. അപ്പൊ ബാക്കി എത്ര ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഇങ്ങനെ ഗിൻലാഡി ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമ്മള് 18 മാർക്ക് ചെയ്യാം. 18 നിന്ന് ബാക്ക്വേർഡിലേക്ക് എന്ത് ചെയ്യണം? 1 2 3 എന്ന് പറഞ്ഞിട്ട് 9 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് എത്ര ബീഡ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക. എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയത്? 4 5 6 7 8 9. 9 ബീഡ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ.
വെരി ഗുഡ്. നെക്സ്റ്റ്, ടേക്ക് എവേ 8 ഫ്രം 12. ടോട്ടൽ എത്രയുണ്ട്? 12 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗില്ലാടിയിൽ നിന്ന് ആദ്യം കൗണ്ട് ചെയ്തിട്ട് 12 മാർക്ക് ചെയ്യണം. എന്നിട്ട് 12 നിന്ന് എത്രയാണ് പോയത്? 8. 8 നമ്മളെ കയ്യിൽ ഇപ്പോ ഇല്ല. 8 നമ്പേഴ്സ് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 12 മാർക്ക് ചെയ്യണം അല്ലെ? 12 നിന്ന് ബാക്ക്വേർഡിലേക്ക് നമുക്ക് കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? 8 മാർക്ക് ചെയ്യാം. റിമൈനിങ് എത്രയുള്ളത്? 1 2 3 4. ക്വസ്റ്റ്യൻ അത് നിങ്ങൾ തന്നെ ചെയ്യണേ. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിൽ 30 നിങ്ങൾ കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് ബാക്ക്വേർഡിലേക്ക് 18 കൗണ്ട് ചെയ്യുക, എന്നിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ എത്രയാ കിട്ടുന്നത്? 12. നെക്സ്റ്റ്, ടേക്ക് എവേ 14 ഫ്രം 23. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഗില്ലാടിയിൽ 23 മാർക്ക് ചെയ്യുക. 23ൽ നിന്നും ബാക്ക്വേർഡിലേക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ട് 14 കൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൽ നിന്നും എത്രയാണ് റിമൈനിങ് ആയിട്ട് ഉള്ളത്? 40 നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടെ, അതുവരെയായിരിക്കും എത്രയാണ് വരുന്നത് എന്ന് കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക. എത്രയാ? ടേക്ക് എവേ 17 ഫ്രം 26. ടോട്ടൽ നമ്പർ എത്രയാണ്? 26. 26 എന്ന് 17 പോയി, നമ്മളെ അടുത്ത് ഇല്ല. അപ്പോ 17 അല്ലെ? 17 നമ്പേഴ്സ് നമ്മളെ അടുത്ത് ഇല്ല. അപ്പൊ എത്രയാണ് റിമൈനിങ് എന്ന് കണ്ടുപിടിക്കൂ. 9. ഇനി ഇത് നമുക്ക് എങ്ങനെയും കൂടി ചെയ്യാം. നമ്മള് അഡീഷനിൽ കണ്ട പോലെ നമ്പർ ലൈൻ ഇട്ടിട്ടും ചെയ്യാം അല്ലേ? നമുക്കൊരു നമ്പർ ലൈൻ വരയ്ക്കാം. നമ്പർ ലൈൻ വരച്ചിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 19 മൈനസ് 15. ടോട്ടൽ നമ്പർ എത്രയാണ്? 19 ഉണ്ട്. അപ്പൊ നമ്മൾ 19 മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് എത്രയാണെന്ന് പോയത്? 15 മൈനസ് 15 ആണ് അല്ലേ? അപ്പൊ 1 2 3 4 പണ്ട് ബാക്ക്വേർഡിലേക്ക് കൗണ്ട് ചെയ്തിട്ട് 15 വരെ കൗണ്ട് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പൊ എത്രയാ വന്നത്? റിമൈനിങ് 1 2 3 4. മനസ്സിലായോ? നമുക്ക് ഇങ്ങനെയും ചെയ്യാം. 19 നിന്ന് 10 പോയ എത്രയാണ്? 9. 9 പ്ലസ് 10 അല്ലേ? 19. നമ്മൾ അഡീഷനിൽ പഠിച്ചതല്ലേ? അപ്പൊ 10 പോയി. പിന്നെ എത്രയാ വേണ്ടത്? എത്രയായിരുന്നു? 15 അല്ലേ? 1 2 3 4 5 കൗണ്ട് ചെയ്ത് മാറ്റുക. ആൻസർ ഈസ് 4. Let us do some practice on number line. Read the number line and fill the boxes. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ നമ്പർ ലൈൻ തന്നിട്ടുണ്ട്. ഈ നമ്പർ ലൈൻ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് താഴെയുള്ള ബോക്സ് ഫിൽ ചെയ്യണം. ഇവിടെ എന്താണ്? 26 അല്ലേ? അപ്പൊ നമ്പർ ലൈൻ നോക്കുക. 26 വരെ എത്തിയിട്ടുണ്ട് അല്ലേ? 26 പിന്നെ എത്രയാണ് ബാക്കിലോട്ട് പോയിട്ടുള്ളത്? കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോക്സിൽ 15 എന്ന് എഴുതണം. അപ്പൊ 26 ന്ന് 15 മൈനസ് ചെയ്ത് എത്രയാ കിട്ടുക? കണ്ടുപിടിക്കൂ. 11. 39 മൈനസ് 28 എത്രയാണ്? ചെയ്ത് നോക്കൂ. ആൻസർ ഈസ് 11. 38 നോക്കുക. അതിൽ നിന്ന് 10 20 28 പോയപ്പോ എത്രയല്ലേ എത്തിയത്? 11 അല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് നമുക്ക് ബോക്സ് എല്ലാം ബ്ലാങ്ക് ആണ് അല്ലേ? നമുക്ക് നോക്കി കണ്ടുപിടിക്കണം. അപ്പൊ എത്രയാണ്? ഇവിടെ എത്രയിലാ നിൽക്കുന്നത്? 40. 40 എന്ന് എഴുതുക. 40 എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? നോക്കൂ. 10 20 30 31. ആൻസർ ഈസ് 9. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണേ. പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കുക. 8 മൈനസ് 11 എത്ര ആൻസർ? നിങ്ങൾ നമ്പർ ലൈൻ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ആൻസർ എഴുതുക. ഓക്കെ. 22 മൈനസ് 22 ആണ് ഉള്ളത് നമ്മളെ കയ്യില്. 22 നമ്മളെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ എത്രയാണ്? 0 അല്ലേ? 22 ചോക്ലേറ്റ് 22 ചോക്ലേറ്റ് നമ്മൾ കഴിച്ചു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 0. 14
14 മൈനസ് 0. 14 നിന്ന് 0 പോയി. 0 പോയി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 14 ചോക്ലേറ്റ് ഉണ്ട്. ആ 14 ചോക്ലേറ്റ് നിങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എത്രയുണ്ട് ബാലൻസ്? 14. ഇതെല്ലാം നിങ്ങൾ നമ്പർ ലൈനിൽ ചെയ്തു നോക്കാം. 14 അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യാം? അതിന്ന് 0 ആണ് പോയത് അല്ലെ? 0 പോയി എന്ന് പറഞ്ഞാൽ എന്നും ബാക്കിലേക്ക് നമുക്ക് പോവാനില്ല. 0. നെക്സ്റ്റ് 35 മൈനസ് 12 എത്രയാ? 23. നിങ്ങളത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. ആദ്യം 35 മാർക്ക് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് 12 ബാക്കിലോട്ട് പോയി എവിടെയാ എത്തുന്നത്? നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ. പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. നമുക്ക് ഈ ബ്ലോക്ക് വിത്തിട്ടൊന്ന് കളിച്ച് നോക്കാം. I have 45 blocks. എന്റെ കയ്യിൽ എത്രയുണ്ട്? 45 ബ്ലോക്സ് ഉണ്ട്. ഇതിൽ 10 ഉണ്ട്. 10 10 10 അങ്ങനെ 4 ടെൻസ് കൂടിയാൽ 40. പിന്നെ 40 കണ്ട് ഇവിടെ എത്രയുണ്ട്? 1 2 3 4 5 ബ്ലോക്സും കൂടി ഉണ്ട് അല്ലേ? അപ്പൊ 45 ബ്ലോക്സ്. ആ 45 ബ്ലോക്സിൽ നിന്ന് I give 12 ബ്ലോക്സ്. ഞാൻ എത്ര കൊടുത്തു? 12 ബ്ലോക്സ് എന്റെ ഫ്രണ്ടിന് കൊടുത്തു. അപ്പൊ എത്രയാ എന്റെ അടുത്ത് ബാക്കിയുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ 12 ബ്ലോക്സ് അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് കട്ട് ചെയ്ത് കളയണം അല്ലേ? അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു 10 ബോക്സ് കട്ട് ചെയ്ത് കളയുക. പിന്നെ 1 2 12 ബ്ലോക്സ് കട്ട് ചെയ്ത്. അപ്പൊ എത്രയാണ് നമുക്ക് റിമൈനിങ് വന്നത്? ഇത്രയും ബ്ലോക്സ് ആണ് നമുക്ക് റിമൈനിങ് വന്നത് അല്ലെ? ഇതിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം. 10 20 30 31 32 33. എത്രയാ നമ്മൾക്ക് കിട്ടിയത്? 33 അല്ലേ? ഇത് നമുക്ക് ഇങ്ങനെ അല്ലാതെ വേറെ എങ്ങനെ ചെയ്യാം? 45 മൈനസ് 12. 45 ബ്ലോക്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 12 ബ്ലോക്സ് നമ്മൾ എന്റെ ഫ്രണ്ടിന് കൊടുത്തു അല്ലെ? നമ്മുടെ ഫ്രണ്ടിന് കൊടുത്തു. അപ്പൊ 5ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 5 ലൈന് വരച്ചു നോക്കുക. എന്നിട്ട് എത്ര ലൈൻ കട്ട് ചെയ്യണം? 2 ലൈന് കട്ട് ചെയ്യുക. അപ്പൊ ബാക്കി എത്ര വന്നേ? 3. പിന്നെ 4ൽ നിന്നും 1 പോയാൽ 4 ലൈന് വരച്ചു നോക്കുക. എന്നിട്ട് 1 ലൈൻ കട്ട് ചെയ്യുക. അപ്പൊ എത്രയാ? 3 33. ഓക്കെ. നെക്സ്റ്റ് എത്രയാണ്? 3 ടെൻസ് ഉണ്ട്. പിന്നെ 7 വൺസ്. അപ്പോ 37 ബ്ലോക്സ് ഉണ്ട്. 37 ബ്ലോക്സ് നിന്ന് എത്ര ബ്ലോക്ക് ആണ് പോയത്? 24 ബ്ലോക്സ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എത്രയാണുള്ളത്? നമുക്ക് ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാം. 7ൽ നിന്ന് 4 പോയാൽ എത്രയാ? 3ൽ നിന്ന് 2 പോയാൽ 1 13. ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് എല്ലാം ചെയ്യാം. 24 മൈനസ് 13. 4ൽ നിന്നും 3 പോയാൽ എത്രയാ? 1. 2ൽ നിന്നും 1 പോയാൽ 1. നെക്സ്റ്റ് 54 മൈനസ് 31. 4ൽ നിന്നും 1 പോയാൽ 3. 5ൽ നിന്നും 3 പോയാൽ 23. ഓക്കെ. നെക്സ്റ്റ് 32 മൈനസ് 12. നിങ്ങൾ പറയൂ. 2ൽ നിന്ന് 2 പോയാൽ 0. 3ൽ നിന്നും 1 പോയാൽ 2. Next 46 minus 34. 6ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 2. 4ൽ നിന്ന് 3 പോയാൽ 1. Ruby has 60 rupees. She bought a notebook for 20 rupees. How much money is she left with? 60 rupees കയ്യിലുണ്ടായിരുന്നു. അതിന് ഒരു 20 rupeesന്റെ നോട്ട്ബുക്ക് വാങ്ങി. ബാക്കി എത്രയുള്ളത്? 60 മൈനസ് 20. നിങ്ങൾ ചെയ്ത് നോക്കൂ. എത്രയാ കിട്ടുന്നത്? 0 നിന്ന് 0 പോയാൽ 0. 6 നിന്ന് 2 പോയാൽ 4. 40. ആൻസർ ഈസ് 40. ഇവിടെ ഏതാ ഒരു കുഞ്ഞു സ്റ്റോറിയാണ് പറയുന്നത്. ജ്യോതിയുടെ കയ്യിൽ കുറച്ച് ഗാർലൻഡ്സ് ഉണ്ട്. അപ്പൊ അമ്മ വന്നിട്ട് ജ്യോതിയോട് ചോദിക്കുകയാണ്, ജ്യോതി, can I have 1 garland and 8 flower? എനിക്കൊരു 1 ഗാർലൻഡും 8 ഫ്ലവറും തരുമോ? I have only 6 loose flowers. I think I should open a garland. അപ്പൊ ജ്യോതിയുടെ കയ്യിൽ എന്താണ്? 6 ഫ്ലവേഴ്സ് മാത്രമാണ് ഇങ്ങനെ ബാക്കിയായിട്ട് കാണുന്നുള്ളൂ. പക്ഷെ അമ്മ ചോദിച്ചത് എന്താണ്? 1 ഗാർലൻഡും വേണം, 8 ഫ്ലവേഴ്സും വേണം. അപ്പൊ എങ്ങനെയാണ് ഇതിനെ 6 ഫ്ലവറിനെ 8 ആക്കുക? ഒരു ഗാർലൻഡ് എന്ത് ചെയ്യേണ്ടി വരും? ഓപ്പൺ ചെയ്യേണ്ടി വരും. Now I can give 8 flowers to mommy. ഇത് ഗാർലൻഡ് എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്താൽ 8 ഫ്ലവേഴ്സ് കൊടുക്കാൻ കഴിയില്ല. ഇന്ന് 2 ഫ്ലവർ എടുത്തിട്ട് 6ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ എത്രയുണ്ട്?
4 ഗാർലൻഡ്സ് ഉണ്ട്, 6 ഫ്ലവേഴ്സും ഉണ്ട് അല്ലെ. അപ്പൊ 46. ഈ 46 എത്രയാണ്? 18 ആണ് മമ്മിക്ക് വേണ്ടത്, 18 ഫ്ലവേഴ്സ്. അപ്പൊ നമ്മൾ ഒരു ഗാർലൻഡും കൊടുത്തു, ബാക്കി 6 ഫ്ലവേഴ്സും കൊടുത്തു. അപ്പോഴും തികഞ്ഞില്ല അല്ലെ. 16 അല്ലേ ആയുള്ളൂ. 10 + 6 16 ആയുള്ളൂ. പിന്നെ എന്ത് ചെയ്യണം? ഈ ഗാർലൻഡ് ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് 2 കൂടി ആഡ് ചെയ്തിട്ട് കൊടുത്തു. അപ്പൊ ബാക്കി എത്ര ഫ്ലവേഴ്സാ ജ്യോതിയുടെ കയ്യിലുള്ളത്? കൗണ്ട് ചെയ്ത് നോക്കൂ, എത്രയാണുള്ളത്? 28 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ. ഇത് നമുക്ക് എങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. നമുക്ക് നോക്കി നോക്കാം. 46 - 18. 6 എന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യില് ഒരു 6 ചോക്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു 8 ചോക്ലേറ്റ് തരാൻ പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? നമുക്കൊരു ഐഡിയ ചെയ്യേണ്ടി വരും. ഈ തൊട്ടപ്പുറത്ത് നടക്കുന്ന നമ്പർ ഇല്ലേ, 4. ഈ 4ൽ നിന്ന് നമ്മള് ഒരു നമ്പറിനെ ഇങ്ങോട്ട് കടം വാങ്ങേണ്ടി വരും, ബോറോ ചെയ്യേണ്ടി വരും. അപ്പൊ എത്രയാവും? ഈ 4നെ നമ്മൾ നിന്ന് ഒരു നമ്പർ നമ്മൾ വാങ്ങി, ആ ഒരു നമ്പറിനെ ഇങ്ങോട്ട് ഇട്ടു. 4 ലൈൻസ് ഇല്ലേ, അതിലെ ഈ 1നെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? 6ന്റെ കൂടെ ചേർത്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? 1 2 3 നമ്പർ ആയി, 3 ആയി. 4നെ കട്ട് ചെയ്ത് നമ്മൾ 3 എഴുതി, ഈ 1നെ 6ന്റെ കൂടെ എഴുതി. അപ്പൊ അത് 16 ആയി. ഈ 16ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്രയാ? 8 അല്ലെ. 16 ലൈനുകൾ ഇട്ടിട്ട് 8 ലൈൻ കട്ട് ചെയ്ത് നോക്കൂ. അപ്പൊ എത്രയാ വന്നേ? 8. ഇനി തൊട്ടപ്പുറത്ത് നമുക്ക് 4 ഇല്ല, 3 ഉള്ളൂ. 3ൽ നിന്നും 1 പോയാൽ 2, 28. മനസ്സിലായോ? ഇത്തരം നമ്പറുകളെ കുറച്ചെടുത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് നന്നായിട്ട് അത് ബൈ ഹാർട്ട് ആവുള്ളൂ. Now Jyoti has 28 flowers in all. She gives 5 to her friend. ജ്യോതിയുടെ അടുത്ത് ഇപ്പൊ എത്രയുണ്ട്? 28 ഫ്ലവേഴ്സ് ഉണ്ട്. അതില് 5 എടുത്തിട്ട് ജ്യോതി ഫ്രണ്ടിന് കൊടുത്തു. Help Jyoti to find out how many flowers is she left with. അപ്പൊ 28ൽ നിന്ന് 5 മൈനസ് ചെയ്യാ, എത്രയാ കിട്ടുന്നത്? 8ൽ നിന്ന് 5 പോയാ 3. 2ൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ അവിടുന്ന് പോവാൻ? ഒന്നുമില്ല അല്ലെ. ഇവിടെ ബ്ലാങ്ക് ആണ്. അപ്പൊ നമ്മള് 2 ഇങ്ങോട്ട് താഴേക്ക് ഇറക്കിട്ടു. അപ്പൊ 23. Now Jyoti has 54 flowers in all. She gives 28 to her mother. How many flowers is she left with? ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ. 54 - 28. 4ൽ നിന്ന് 8 പോകാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. 4 എന്ന് പറയുന്നത് ചെറിയ നമ്പർ ആണ്. 4ൽ നിന്ന് നമുക്ക് 8 എടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്പറിൽ നിന്ന് കടം വാങ്ങും അല്ലെ, ബോറോ ചെയ്യും. അവിടുന്ന് ഒരു നമ്പർ 1 ഇങ്ങോട്ട് ഇട്ടു. അപ്പൊ ഇവിടെ 14 ആയി, ഇവിടെ 4 ആയി. 14ൽ നിന്ന് 8 പോയാൽ 6. 4ൽ നിന്ന് 2 പോയാൽ 2, 26. Jyoti has 73 flowers in all. She gives 47 to her mother. How many flowers is she left with? 73 flowers ഉണ്ടായിരുന്നു. അതിൽ 47 flowers ആർക്ക് കൊടുത്തു? അമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ ബാക്കി എത്രയുള്ളതെന്ന് കണ്ടുപിടിക്കൂ. 3ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ബോറോ ചെയ്യേണ്ടി വരും. നിങ്ങളപ്പൊ ചെയ്തു നോക്കൂ. ബോറോ ചെയ്യുമ്പോ നമുക്ക് ബോറോ ചെയ്യണ്ടേ? ഇവിടെ 6 ആവും, ഇവിടെ എന്ത് ചെയ്യും? 13 ആവും. 13ൽ നിന്നും 7 പോയ എത്രയാ കിട്ടുക? 6. ഇവിടെ 6ൽ നിന്നും 4 പോയ 2 അല്ലെ, 26. ആൻസർ ഈസ് 26. 45ന് 18 മൈനസ് ചെയ്താ എത്രയാ കിട്ടുന്നത്? 27. 84ന് 37 മൈനസ് ചെയ്താ 47. ഇവിടെ എന്ത് ചെയ്യണം? 5ൽ നിന്ന് 8 ആവുമ്പോ നമുക്ക് ബോറോ ചെയ്യേണ്ടി വരും അല്ലെ. ഇവിടെയോ അതെ. 4ൽ നിന്ന് 7 ആവുമ്പോ നമുക്ക് എടുക്കാൻ പറ്റില്ല. 4 എന്ന് പറയുന്നത് ചെറിയ നമ്പർ ആണ് 7നേക്കാളും. അതുകൊണ്ട് ഇവിടെയും നമുക്ക് ബോറോ ചെയ്ത് ആഡ് ചെയ്യേണ്ടി വരും. 65ന് 45 മൈനസ് ചെയ്താൽ 5ന് 5 പോയാൽ 0. 6ന് 4 പോയാൽ 2, 20. 27 മൈനസ് 27. 27 27 പോയാൽ എന്താണ്? 0. നെക്സ്റ്റ് 93 മൈനസ് 48 എത്രയാ കിട്ടുന്നത്?
3 സ്മോൾ നമ്പർ ആണ് 8നേക്കാളും. അതുകൊണ്ട് ഇവിടെ 1 ഇങ്ങോട്ട് ബോറോ ചെയ്ത് 13 ആക്കണം. ഇവിടെ 9 എന്താവും 8 ആയി മാറും. അപ്പൊ ആൻസർ ഈസ് 45. Skip the rope. Both have to complete 20 skips. A skip can be counted when the rope passes under the feet. They will get 2 chances to skip. If one misses any skip in the first time, then they will get 1 more chances to complete 20 skips. Aman skipped 14 times in the first chance. How many more skips he has to make to complete 20 skips? ഈ 14 ടൈംസ് എന്ത് ചെയ്തു? ഫസ്റ്റ് ചാൻസിൽ സ്കിപ്പ് ചെയ്തു. ഇനി എത്ര ആഡ് ചെയ്യണം 14 കൂടെ 20 എത്താൻ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 20 സ്കിപ്സ് വേണം അല്ലെ? 20 സ്കിപ്സിൽ അമൻ എവിടെ വരെ എത്തിയിട്ടുള്ളൂ? 40 വരെ എത്തിയിട്ടുള്ളൂ അല്ലെ? ഇനി എത്ര കൂടിയും ആഡ് ചെയ്താൽ, ഇത്രയും കൂടി സ്കിപ്പ് ചെയ്താലാണ് 20യിൽ എത്തുക എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഇപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ, ഇത്രയും ഭാഗം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 20യിൽ നിന്ന് ഇത്രയും മൈനസ് ചെയ്യണം അല്ലെ? എന്നാലല്ലേ നമുക്ക് ഈ ഭാഗം കിട്ടുള്ളൂ. എത്രയാ കിട്ടുക? 6. 14ലൂടെ 6 ആഡ് ചെയ്താലാണ് നമുക്ക് 20 കിട്ടുക. Ami skipped 12 times in the first chance. How many more skips she has to make to complete 20 skips? ടോട്ടൽ 20 സ്കിപ്സ് ആണ് വേണ്ടത്. അതില് 12 നമ്പർ വരെ എത്തി. ഇനി ബാക്കി എത്രയും കൂടി വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? 20 മൈനസ് 12 എത്രയാ? 8. ഇങ്ങനെ ഏത് കണ്ടുപിടിച്ച നമ്മള്? 20 മൈനസ് 12. 0 നിന്ന് 2 എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം 0 എന്ന് പറയുന്നത് 2വിനേക്കാളും സ്മോൾ ആയിട്ടുള്ള നമ്പർ ആണ്. അപ്പൊ നമ്മൾ ബോറോ ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്തു? 10 ആക്കി മാറ്റി. ഇവിടെ 1 ആയി. അപ്പൊ 10ൽ നിന്ന് 2 പോയാ 8. ഇവിടെ 1 അല്ലേ? 1ൽ നിന്ന് 1 പോയാ 0. ആൻസർ ഈസ് 8. 12 കൂടെ 8 ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? 20 കിട്ടുന്നത്. Anushka collected 63 shells. She gave 26 shells to her brother. 63 ഷെല്ലുകൾ ഉണ്ടായിരുന്നു അനുഷ്കയുടെ കയ്യിൽ. അതില് 26 ബ്രദറിന് കൊടുത്തു. ഹൗ മെനി ഷെൽസ് ആർ ലെഫ്റ്റ് വിത്ത് ഹെയർ? എത്രയാണ് ബാക്കിയുള്ളത്? 63 മൈനസ് 26 എത്രയാ വരിക? 37. Next, 54 passengers were sitting in the bus and 16 got down at the bus stand. 54 പാസഞ്ചേഴ്സ് ആണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. അതില് 16 പേര് എന്ത് ചെയ്തു? ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. Are there in the bus now? ഇപ്പൊ എത്ര പേരാണുള്ളത്? 54 മൈനസ് 16. ആൻസർ ഈസ് 38. There are 40 balloons and 13 balloons got burst. 40 ബലൂൺ ഉണ്ടായിരുന്നു. അതിന് 13 ബലൂൺ എന്ത് പോയി? പൊട്ടിപ്പോയി. ഹൗ മെനി ബലൂൺസ് ആർ ലെഫ്റ്റ്? എത്രയാണ്? 40 മൈനസ് 13. കനിക made 72 bangles. She sold 36 bangles. How many bangles are left with Kanika now? 72 bangles ആണ് ഉണ്ടായിരുന്നത്. അതിൽ എത്ര വിറ്റുപോയി? 36 വിറ്റുപോയി. അപ്പൊ എത്രയാണ് ബാക്കിയുള്ളത്? കണ്ടുപിടിക്കൂ. ഇങ്ങനെ 2നേക്കാളിലും ചെറിയ നമ്പർ ആണല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ബോറോ ചെയ്യേണ്ടി വരും ഇവിടുന്ന്. അങ്ങനെ ഇതിനെ 12 ആക്കി. 7 നമ്മൾ എന്താക്കി? 6 ആക്കി. 12 നിന്നും 6 പോയാൽ 6. 6 എന്ന് 3 പോയാൽ 3. 56 birds were sitting on the tree. A few more birds joined them. Now there are 87 birds. എത്രയാണ്? 56 ബേർഡ്സ് ആണ് ഉണ്ടായിരുന്നത് ഒരു മരത്തില്. അതിൽ കുറച്ചുകൂടി ബേർഡ്സ് വന്നിരുന്നു. എത്ര ബേർഡ്സ് ആണെന്ന് നമുക്ക് അറിയില്ല. കുറച്ചുകൂടി ബേർഡ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇപ്പൊ എത്രയായി? 87 ആയി. അപ്പോ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ബേർഡ്സ് ദാറ്റ് കെയിം ലേറ്റർ. പിന്നീട് വന്നിട്ടുള്ള എത്ര ബേർഡ്സ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? 87. ടോട്ടൽ എത്ര ഉണ്ട് നമ്മളെ കയ്യിൽ? 87. അതിലെ ആദ്യം എത്ര പേരുണ്ടായിരുന്നു? 56. ഇത് മൈനസ് ചെയ്യാം. 7 6 പോയാ 1. 8 5 പോയാ
3, 31. Arman dribbled the ball 18 times. How many more times should he dribble the ball to complete 35 taps? 80 times ഡ്രിബിൾ ചെയ്തു. അതിൽ നിന്ന് 35ലേക്ക് എത്താൻ എത്ര വേണമെന്നാ ചോദിക്കുന്നത്. അപ്പോ 35 മൈനസ് 18 ചെയ്തിട്ട് ഇവിടെ 15 ആക്കണം അല്ലേ. 15 നിന്ന് 8 പോയാൽ 7. ഇവിടെ 3 ഇല്ല, അപ്പൊ എന്തായുള്ളൂ 2 ഉള്ളൂ അല്ലേ. കട്ട് ചെയ്ത് 2 ആയിരുന്നു. ഇവിടെ 15 ആയി. ടൂവിൽ നിന്ന് 1 പോയാൽ 17. Addition and subtraction facts. Fill the missing numbers to complete the fact only. ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് എന്തൊക്കെയാണ് 20, 30, 50. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ബോക്സ് ഫിൽ ചെയ്യണം. 20 plus 30, 30 plus dash is equal to 50. നമ്മൾ 30 കൂടെ എത്രയോ നമ്പർ കൂട്ടിയാൽ എന്ത് വരും, 50 വരും. ഏതാ നമ്പർ, നമ്മൾ മേലെ ചെയ്തു അല്ലേ. ഏതാണ് 30 plus 20. നമ്മൾ അഡീഷനില് 30 plus 20 എന്ന് പറഞ്ഞാലും 20 plus 30 എന്ന് പറഞ്ഞാലും എന്താണ് ആൻസർ എന്തായിരിക്കും, രണ്ടിന്റെയും സെയിം ആയിരിക്കും. ഇത് രണ്ട് പറഞ്ഞാലും എന്താണ് ആൻസർ സെയിം ആയിരിക്കും, ഒന്നുപോലെ ആയിരിക്കും. കാരണം എന്താണ്, നമ്മളിപ്പോ ഇതൊരു അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്, ആഡ് ചെയ്യാണ് അല്ലേ. നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് സാധനങ്ങൾ ആഡ് ചെയ്യാണ്. അതൊന്ന് എന്താണ് 20 ആണ്, ഒന്ന് 30 ആണ്. 20 plus 30 എന്ന് പറഞ്ഞാലും 30 plus 20 എന്ന് പറഞ്ഞാലും എന്താണ് സെയിം ആണ്. മനസ്സിലായോ? ഇവിടെ 50 മൈനസ് 30 is equal to എത്രയാണ് 20. അത് അവരവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണം, ഡാഷ് മൈനസ് 20 is equal to 30. ഏതോ ഒരു നമ്പറിൽ നിന്നും 20 മൈനസ് ചെയ്ത എത്ര കിട്ടും, 30 കിട്ടും അല്ലെ. അത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക, 30 കൂടെ 20 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, ആ നമ്പർ കിട്ടും അല്ലെ. നമ്പറിൽ നിന്നും 20 പോയപ്പോഴാണ്, മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് 30 കിട്ടി. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് ആ 30 കൂടെ ഈ നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഫില്ല് ചെയ്യാനുള്ള നമ്പർ കിട്ടും അല്ലെ. അപ്പൊ നോക്കി നോക്കാം, 0 0 0. 3 plus 2 5. എത്രയാണ് 50. മനസ്സിലായോ? നെക്സ്റ്റ് ബോക്സിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്, 10, 20, 30. ഇത് വെച്ചിട്ട് നമ്മള് ഇവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, 10 plus 20 എത്രയാ പറയൂ, 30. ഇനി നമുക്ക് ഇത് ഏത് നമ്പർ വെച്ചിട്ടും ഈ 3 നമ്പർ വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഒരു പ്ലസ് നടത്താം. എങ്ങനെ നടത്താം, 20 plus 10. 20 plus 10 is equal to 30. മനസ്സിലായോ? 30 minus dash is equal to 10. 30 നിന്നും ഏതോ ഒരു നമ്പർ പോയ എന്ത് കിട്ടും, 10 കിട്ടും. ഏതാ നമ്പർ കണ്ടുപിടിക്കൂ. വെരി ഗുഡ്, 20. 30 മൈനസ് ഡാഷ് is equal to 20. 30 നിന്ന് എത്രയോ നമ്പർ പോയ 20 കിട്ടുന്നുണ്ട്. അത് ഏതാ നമ്പർ, 10, 20, 80, 100. ഈ നമ്പേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോക്സ് ഫില്ല് ചെയ്യണം. നമുക്ക് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് 80 plus 20 ആവാം അല്ലേ. നെക്സ്റ്റ് എന്താവാം, 20 plus 80 ആവാം. പിന്നെ 100 മൈനസ് 20 ആവാം. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണേ, ഇല്ലെങ്കിൽ എന്താവാം, 100 മൈനസ് 80 ആവാം. ഇതിന്റെ എല്ലാം ആൻസർ കണ്ടുപിടിക്കൂ. 80 plus 20 എത്രയാ വരിക, വെരി ഗുഡ്, 100. 20 plus 80, 100. വെരി ഗുഡ്. 100 minus 20, 80. 100 minus 80, 20. മനസ്സിലായോ? അടുത്തത് നമുക്ക് അഡീഷൻ പിരമിഡ് ആണ്.
ഈ പിരമിഡില് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള കോളംസ് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. എങ്ങനെ? ആഡ് ചെയ്ത് വെച്ചിട്ട് നോക്കൂ. ഇവിടെ നമുക്ക് തന്ന നമ്പറുകൾ തമ്മിലുള്ള റിലേഷൻ നോക്കി നോക്കൂ. 5 3 5 + 3 8. മനസ്സിലായോ? അപ്പൊ 3 + 6 3 + 6 എത്രയാ വരിക? വെരി ഗുഡ്. ആഡ് ചെയ്ത് എഴുതൂ. 9. ഇനി 6 + 8 14. ഇനി ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇവിടുത്തെ നമ്പർ കിട്ടും. ഏതാണ്? ഇനി ഈ ആരോ മാർക്ക് നോക്കി ചെയ്യണേ. ഈ നമ്പറും കൂടി ആഡ് ചെയ്താൽ ഇവിടുത്തെ നമ്പർ കിട്ടും. എത്രയാത്? 23. ഇനി ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ നമ്പർ കിട്ടും അല്ലേ? 40. 6 + 4 ചെയ്താൽ 10. ഇനി 4 + 3 7. 3 + 8 11. ഇനി ഈ രണ്ട് നമ്പർ ആഡ് ചെയ്താൽ ഇവിടെ കിട്ടും അല്ലേ? 17. ഇനി ഈ നമ്പറും കൂടി ആഡ് ചെയ്താൽ എവിടെ നിന്ന് കിട്ടും? ഇതിലെ നമ്പർ കിട്ടും. ഇനി ഈ രണ്ട് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് ഈ കോളം ഫില്ല് ചെയ്യാൻ പറ്റും. 35. അടുത്തത് നമുക്ക് സബ്സ്ട്രാക്ഷൻ പിരമിഡ് ആണ്. നമ്മൾ ഇത് അഡീഷൻ ചെയ്ത പോലെ തന്നെയാണ് എന്ത്? സബ്സ്ട്രാക്ഷനും അല്ലേ? 37ന് 16 - ചെയ്താൽ എന്ത് കിട്ടും? ഇവിടത്തെ നമ്പർ കിട്ടും. ഓക്കെ. ഇനി 21ന് 11 - ചെയ്താൽ എന്ത് ചെയ്യും? ഇവിടത്തെ നമ്പർ നമുക്ക് കിട്ടും. 10. ഓക്കെ ആണോ? ഇനി 16ന് 11 - ചെയ്താൽ നമുക്ക് 5. 5ന് 4 - ചെയ്താൽ വെരി ഗുഡ് 1. ഇനി ഈ ആരോ മാർക്ക് നോക്കി ചെയ്യണേ. 11ൽ നിന്ന് 4 - ചെയ്താൽ എത്ര? ഇനി 10ൽ നിന്ന് 7 - ചെയ്താൽ 3. കറക്റ്റ് അല്ലേ? 15ന് 24 - ചെയ്താൽ എത്ര കിട്ടും? 26. നമ്മൾ ഈ കോളത്തിൽ എഴുതണം. ഇനി 26ന് 11 - ചെയ്താൽ 15. ഇതെല്ലാം നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കിയിട്ട് എഴുതണം. ഇനി 24ന് 11 - ചെയ്താൽ 13. 15ന് 9 - ചെയ്താൽ 6. 13ന് 5 - ചെയ്താൽ 8. Look at this diagram. 3 + 9 ചെയ്താൽ എത്ര കിട്ടി? 12 കിട്ടി. 5 + 3 8. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് അല്ലേ? അങ്ങനെ നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. 1ന്റെ കൂടെ ഏതോ നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്. ഏതാണ് നമ്പർ? വെരി ഗുഡ് 4. 4ന്റെ കൂടെ ഏതോ നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് ഇവിടെ 10 കിട്ടിയത്. എത്രയാണത്? 6. 6ന്റെ കൂടെ എത്രയോ നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് 14 കിട്ടിയത്. ഇവിടെ എന്താവും അപ്പോ? 8. വെരി ഗുഡ്. നെക്സ്റ്റ് കോളം. ഇവിടെ ഏതോ രണ്ട് നമ്പർ ആഡ് ചെയ്തപ്പോൾ 10 കിട്ടിയിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഏതോ നമ്പർ രണ്ടെണ്ണം ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? 9ഉം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും ഇവിടെ? നമുക്ക് 8 + 1 എഴുതി നോക്കാം അല്ലേ? അപ്പൊ 1 + 9 ആയി. 9ലൂടെ എത്ര ചേർത്താലാണ് 13 ആവുക? 4. Hania and Mansi's gift. Hania and Mansi want to give a gift to their mother. For its decoration, they purchased some ribbons and gift wrappers. There are 78 in the purse. Purseൽ എത്ര ഉണ്ടായിരുന്നു? 78 rupees ഉണ്ടായിരുന്നു. The cost of a gift wrapper is 24. 24 rupees ആണ് gift wrapperനായത്. And the cost of ribbon is 37 rupees. 37 rupees റിബണിനും റാപ്പറിന് എത്രയായി? 24 ആയി. ടോട്ടൽ അവർ എത്ര കയ്യിലുണ്ടായിരുന്നത്? 78 ആണ് പേഴ്സിലുള്ളത്. ഹൗ മച്ച് മണി ഡിഡ് ദേ സ്പെൻഡ്? അവർ എത്ര മണിയാ സ്പെൻഡ് ചെയ്തത്? നമുക്കറിയാൻ എന്ത് ചെയ്യണം? 37 + 24 അല്ലേ? അവര് റാപ്പറും റിബണും വാങ്ങാൻ എത്ര രൂപയായി? ഈ രണ്ട് എമൗണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും?
7 plus 4 11 റിമൈനിങ് 1 വരുന്നുണ്ട് അല്ലേ? 3 plus 1 4 4 plus 2 6 61. How much money is left with them? ഇനി എത്രയാണ് ബാക്കിയുള്ളത്? ടോട്ടല് 78 ഉണ്ട്. അതിൽ 61 എന്ത് ചെയ്തു? അവർക്ക് സ്പെൻഡ് ചെയ്തു അവര്. അപ്പൊ എത്രയാണ് ഇനി കയ്യിലുള്ളത് അവർക്ക്? 78 minus 61. ചെയ്ത് നോക്കൂ, എത്ര വരുന്നത്? 8 1 പോയാൽ 7, 7 6 പോയാൽ 1, 17. I solved some questions and returned their answers. What do you think? Are they correct? Verify that. ഈ താഴെ കൊടുത്തിരിക്കുന്ന ആൻസറുകളെല്ലാം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയാം. ആണോ? അല്ല. എത്ര കറക്റ്റ് ആൻസർ എത്രയാ വരുന്നത്? 61 അല്ലേ? ഇതോ? ഇത് കറക്റ്റ് ആണോ? അല്ല. ആൻസർ ഈ രണ്ട് നമ്പർ ആഡ് ചെയ്ത് എത്ര വരുന്നുണ്ട്? 95. നിങ്ങൾ ആഡ് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. ഇനി ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. ആൻസർ 18 ആണ് വരുന്നത്. 57 minus 78. 57 ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ഒരു 78 ചോക്ലേറ്റ് തരാൻ പറഞ്ഞാൽ പറ്റുമോ നിങ്ങൾക്ക്? പറ്റില്ല അല്ലെ? 78 എന്ന് പറയുന്നത് 57നേക്കാളും വലിയ നമ്പർ ആണ്. നിങ്ങളുടെ കയ്യിൽ അത്രയും ചോക്ലേറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? ഈ ചോദ്യം റോങ് ആണ്. 30 minus 17 എത്രയാ വരിക? 13. മനസ്സിലായോ? അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വരുന്നത് വരേക്കും ബൈ.